സുഹൃത്തുക്കളെ, ഇപ്പം എൻ്റെ ഫ്രണ്ട്സുകളിൽ ഒരാൾ, അയാൾ യുക്തിവാദി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അയാൾ ഷെയർ ചെയ്ത ഒരു വീഡിയോ ഞാൻ കണ്ടു ഞെട്ടി. അപ്പോൾ ആ വീഡിയോ ഇതാണ്. എന്നെ പഠിപ്പിച്ചിരുന്നു, നിങ്ങൾ ആരും ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യരുത്. കാരണം എന്താ, പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറുന്ന ടെററിസ്റ്റുകളെ നിങ്ങൾക്ക് വെടിവെക്കേണ്ടി വരും. അവരെല്ലാം വിശ്വാസികളല്ലേ, അവരെ കുറിച്ച് മറ്റുള്ളവർ പറയും അവർ ടെററിസ്റ്റുകളാണ് എന്ന്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അവരല്ലേ യഥാർത്ഥ വിശ്വാസികൾ? അവര് മുസ്ലിമുകളല്ലേ? അവര് ഇവിടെ ആക്രമിക്കപ്പെടുന്ന കശ്മീരികൾക്ക് വേണ്ടി ചോദിക്കാൻ വരുന്നവരല്ലേ? അവര് ഷഹാദത്ത് കലിമ ചൊല്ലിയവരല്ലേ? നമ്മുടെ മതം എന്താ പഠിപ്പിക്കുന്നത്? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. അപകടകരമാണ് ഈ വിദ്യാഭ്യാസം. എന്നിട്ട് പഠിപ്പിച്ചതെന്താ? നിങ്ങൾ ഇത് ചെയ്യണമെന്ന് മാത്രമല്ല, നിങ്ങൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കമ്മ്യൂണിറ്റിയോട് നിങ്ങൾ ഇത് പഠിപ്പിക്കുകയും വേണം. അപകടകരമാണ് ഈ വിദ്യാഭ്യാസം. ഈ അപകടകരമായ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും രാജ്യം ഇന്ന് നിൽക്കുന്നത് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലാണ്. ഇപ്പൊ കാശ്മീരിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ വന്നു അവിടെ നിരപരാധികളായ മനുഷ്യരെ കൊന്നിട്ടുണ്ട്. അതിന്റെയും കൂടി പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ഇങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. സംഘി കൃസംഘി ഹൈന്ദവ ക്രിസ്ത്യൻ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ സാധനങ്ങൾ കറങ്ങുന്നുണ്ടാവും. അപ്പൊ അവര് വിചാരിക്കുന്നത് മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെയുള്ള, അതായത് പാകിസ്ഥാൻ തീവ്രവാദി വന്നു കഴിഞ്ഞാൽ അവരെ കൊല്ലാൻ പാടില്ല, അതുകൊണ്ട് മിലിറ്ററിയിൽ ചേരാൻ പാടില്ല, പാകിസ്ഥാനോട് സ്നേഹമാണ്, ബംഗ്ലാദേശിനോട് സ്നേഹമാണ്, ഇന്ത്യയുടെ ഒറ്റുകാരാണ് മുസ്ലിങ്ങൾ എന്നുള്ള തരത്തിൽ ഈ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം പഠിച്ചത് ദാറുൽ ഹുദ ചെമ്മാട് എന്നുള്ള സ്ഥാപനത്തിലാണ്. ഇദ്ദേഹം ഒരു ഹുദവിയാണെന്നാണ് പറയുന്നത്. ഇതിന്റെ വൈസ് ചെയർമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വിയാണ്. അപ്പോ ഈ തീ പിടിപ്പിക്കുന്ന ഈ വീഡിയോ കറങ്ങുന്നുണ്ട് സ്ഥാപനത്തിൽ. ഇദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞ ആൾ അസ്കർ അലി എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരാൾ പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ അദ്ദേഹത്തിന് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതും വളരെ ഗൗരവതരമാണ്. നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം. പ്രതികരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ കുറ്റവാളികളാണ്. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. നിങ്ങളിത് കേട്ടും കൊണ്ട് ഇരുന്നാൽ, ഇതിനെതിരെ പ്രതികരിക്കാതെ ഇരുന്നാൽ നാട്ടുകാർ കരുതുക ഇങ്ങനെ തീവ്രവാദം, ഭീകരവാദം നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാൻ പട്ടാളക്കാർ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് നേരെ വെടിവെക്കേണ്ടി വരും, സഹമുസ്ലിങ്ങൾക്ക് നേരെ വെടിവെക്കേണ്ടി വരും. അതായത് തീവ്രവാദിക്ക് നേരെ വെടിവെച്ചാൽ അത് എന്തൊരു പാതകമാണ്, അതുകൊണ്ട് മിലിറ്ററിയിൽ ചേരരുത് എന്നൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഭീകരമായ തെറ്റാണ്. അങ്ങനെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് രാജ്യദ്രോഹമാണ്, ഈ രാജ്യത്തിന്റെ നാശത്തിലേക്ക് വഴിവെക്കുന്ന സാധനമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ നിങ്ങളെ പറ്റി ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കണം. അവനങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾ അവനെതിരെ കേസ് കൊടുക്കണം. അവനെ വേദിയിൽ പ്രസംഗിപ്പിച്ച എസൻസുകാർക്കെതിരെയും കേസ് കൊടുക്കണം. കേസ് കൊടുത്താൽ മാത്രം പോരാ, അത് സമൂഹത്തിൽ നിങ്ങൾ പ്രചരിപ്പിക്കണം. കാരണം ഇത് വലിയൊരു പ്രശ്നമാണ്. നിങ്ങളുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ പോരാ, നിങ്ങളുടെ ബിസിനസ് നോക്കി നടന്നാൽ പോരാ. കാരണം കേരളം ഒരു വർഗീയ കലാപത്തിന്റെ വക്കിലാണ്. നിങ്ങളോട് ചിരിച്ചുമിണ്ടുന്ന ആ മുസ്ലിം, അത് ഹൈന്ദവനായാലും ക്രിസ്ത്യാനി ആയാലും, നിങ്ങൾ വിചാരിക്കരുത് അവർ ആ ചിരി അവരുടെ മനസ്സിലുണ്ടെന്ന്. കാരണം ഈ മാതിരി വീഡിയോകളൊക്കെ കണ്ട് വിഷലിപ്തമായ ഒരു മനസ്സോടുകൂടിയാണ് അവർ നിങ്ങളെ കാണുന്നത്. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റാൻ, ഈ നാടിന്റെ ഐക്യം തകരാതിരിക്കാൻ നിങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട്, ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. ഇനി അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റിതിരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇപ്പൊ ഇത് ഞാൻ ഒരു ആവേശത്തിനൊന്നും പറയുന്നതല്ല. ഇത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഈ നാടിന്റെ ഐക്യത്തിന്റെ കാര്യമാണ്, ഈ നാടിന്റെ സമാധാനത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രത്യേക നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ ശരി.